ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ നോക്കുന്നത് തിയറീസ് ഓഫ് ലേണിംഗ് എന്ന പാർട്ടാണ്. ഫസ്റ്റ് വരുന്നത് പിയാഷേറ്റ്സ് തിയറി. ഇത് നമ്മൾ ബി.എഡിന് പഠിച്ച അതേ സംഭവം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് റീകളക്ട് ചെയ്ത് എടുത്ത് നോക്കാം. പിയാഷേറ്റ്സ് തിയറി. ജീൻ പിയാഷേറ്റ്സ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സജസ്റ്റ് ദാറ്റ് ചിൽഡ്രൻ മൂവ് ത്രൂ 4 ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലേണിംഗ്. ജീൻ പിയാഷെയുടെ തിയറി ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ പറയുന്നത് കുട്ടികൾ 4 ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലേണിംഗിൽ അവർക്ക് ഉണ്ട്, ലേണിംഗ് സ്റ്റേജസ് ഉണ്ട്. ഹിസ് തിയറി ഫോക്കസസ് നോട്ട് ഓൺലി ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ചിൽഡ്രൻ അക്വയർ നോളേജ്. അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നത് ഇങ്ങനെ മാത്രമല്ല, കുട്ടികൾ എങ്ങനെയാണ് നോളജ് അക്വയർ ചെയ്യുന്നതെന്ന് മാത്രമല്ല, കൂടാതെ എന്താണ് ബട്ട് ഓൾസോ ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദ നാച്ചർ ഓഫ് ഇൻ്റലിജൻസ്. അണ്ടർസ്റ്റാൻഡിങ് ദ നാച്ചർ ഓഫ് ഇൻ്റലിജൻസ് അതുകൂടി അതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഈ 4 സ്റ്റേജസ് ആണ് പറയുന്നത്. പിയാഷെ സ്റ്റേജസ് ആർ: ഫസ്റ്റ് വൺ സെൻസറി മോട്ടോർ സ്റ്റേജ്, ബർത്ത് ടു 2 years. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് വരുന്നത് 2 to 7. Then concrete operational stage 7 to 11, formal operational stage 12 and up, 12 മുതൽ അങ്ങോട്ട് മുകളിലേക്ക്. ഫസ്റ്റ് സ്റ്റേജ് നോക്കാം, സെൻസറി മോട്ടോർ സ്റ്റേജ്. ദ സെൻസറി മോട്ടോർ സ്റ്റേജ്. ഡ്യൂറിംഗ് ദീസ് ഏർലിയർ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ഇൻഫാൻസ് ആൻഡ് ടോഡ്ലേഴ്സ് അക്വയർ നോളജ് ത്രൂ സെൻസറി എക്സ്പീരിയൻസസ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ്. എ ചൈൽഡ്സ് ആൻഡ് their experience at the earliest period of this stage occurs through basic reflexes, sense and motor responses. ഇതിൽ വരുമ്പോൾ കുട്ടികളും ഇൻഫാൻസും ടോഡ്ലേഴ്സും അവരൊക്കെ എന്താണ്, അവരുടെ ഒരു ഇന്ദ്രിയങ്ങളിലൂടെയുള്ള കണ്ടറിയുന്നതും ഒക്കെ ആയിട്ടാണ് അവർ നോളജ് അക്വയർ ചെയ്തെടുക്കുന്നത്. അല്ലാതെ അവർക്ക് ആരും ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല. അവരെങ്ങനെയാണ് അപ്പോൾ എന്താണ് കാണുന്നത്, ഇൻഫാൻസ് ചെറിയ കുട്ടികൾ അവർ കാണുന്നത്, അവർ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചറിയുന്നതാണ് അവരുടെ നോളജ് എന്ന് പറയുന്നത്. മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് ഡ്യൂറിങ് ദിസ് സ്റ്റേജ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഡെവലപ്മെൻറ്റൽ ചേഞ്ചസും ആണ് പറയുന്നത് ഈ സ്റ്റേജിൻ്റെ. നോ ദ വേൾഡ് ത്രൂ മൂവ്മെൻറ്റ്സ് ആൻഡ് സെൻസേഷൻസ്. ലേൺ അബൌട്ട് ദ വേൾഡ് ത്രൂ ബേസിക് ആക്ഷൻസ് സച്ച് ആസ് സക്കിംഗ്, ഗ്രാസ്പിംഗ്, ലുക്കിംഗ് ആൻഡ് ലിസണിംഗ്. ലേൺ ദാറ്റ് തിങ്സ് കണ്ടിന്യൂ ടു exist even when they cannot be seen. Object permanence. Realize that they are separate beings from the people and objects around them. Realize that their actions can cause things to happen in the world around them. During the sensory motor stage, children go through a period of dramatic growth and learning. As kids interact with their environment, they continually make new discoveries about the new world, about how the world works. കിഡ്സ് അവരുടെ എൻവയോൺമെൻറ്റിലെ ഇൻട്രാക്ട് ചെയ്യുന്നതിലൂടെ അവർ പുതിയ നോളജുകൾ, പുതിയ അറിവുകൾ അവർ സ്വന്തമായിട്ട് നേടിയെടുക്കും. നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ദ ഫൗണ്ടേഷൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് മേ ഹാവ് ബീൻ ലേഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് സ്റ്റേജ്, ബട്ട് ദ എമർജൻസ് ഓഫ് ലാംഗ്വേജ് ഈസ് വൺ ഓഫ് ദ മേജർ ഹാൾമാർക്സ് ഓഫ് ദ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇതിൽ ആദ്യത്തെ സ്റ്റേജിൽ ഫൗണ്ടേഷൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ് വരുന്നത്. പക്ഷേ ഇതിൽ എമർജൻസ് ഓഫ് ലാംഗ്വേജ് അതാണ് ഈ ഒരു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നത്. മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ്: begin to think symbolically and learn to use words and pictures to represent objects. Tend to egocentric and struggle to see things from the perspective of others, getting better with language and thinking, but still tend to think in very concrete terms. The concrete operational stage. Next stage ആണ് concrete operational stage. While children are still concrete and literal in their thinking at this point in development, they become much more adept and using logic. The egocentrism of the previous stage begins to disappear as kids become better at thinking about how other people might view a situation. ഇതിൽ വരുന്നത് ഈഗോസെൻട്രിസം ഓഫ് ദ പ്രീവിയസ് സ്റ്റേജ് ബിഗിൻസ് ടു ഡിസപ്പിയർ ആസ് കിഡ്സ് ബിക്കം ബെറ്റർ അറ്റ് തിങ്കിങ് അബൌട്ട് അതർ പീപ്പിൾ മൈറ്റ് വ്യൂ എ സിറ്റുവേഷൻ. കുട്ടികൾ ചിന്തിക്കും എന്തിനെ കുറിച്ച്, ഹൗ അതർ പീപ്പിൾ മൈറ്റ് വ്യൂ എ സിറ്റുവേഷൻ. മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ്: ബിഗിൻ ടു തിങ്ക് ലോജിക്കലി അബൌട്ട് കോൺക്രീറ്റ് ഇവൻറ്റ്സ്. തിങ്കിങ് ബിക്കംസ് മോർ logical and organized, but still very concrete. Begin using inductive logic or reasoning from specific information to a general principle.
അവർ എന്താണ് they become much more adept at using logic ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ. നെക്സ്റ്റ് വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജ്. ദ ഫൈനൽ സ്റ്റേജ് ഓഫ് Piaget's theory involves an increase in logic, the ability to use deductive reasoning and an understanding of abstract ideas at this point. അതായത് ഈ സ്റ്റേജിൽ കുട്ടികൾ എന്ത് ചെയ്യും, അവരുടെ ലോജിക്ക് ഇൻക്രീസ് ചെയ്യും, അതുപോലെ അവരുടെ ഡിഡക്റ്റീവ് റീസണിങ്ങും അതുപോലെ അബ്സ്ട്രാക്റ്റ് ഐഡിയാസ് അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവും അതൊക്കെ എന്ത് ചെയ്യും, വർദ്ധിക്കും. At this point, adolescents and young adults become capable of seeing multiple potential solutions to problems and think more scientifically about the world around them. ഈ സ്റ്റേജിൽ അഡോളസൻസ് ആയാലും യങ് അഡൽട്ട്സ് ആയാലും അവർക്ക് കാപ്പബിലിറ്റി ഉണ്ടാകും. എങ്ങനെ ഒരു പ്രശ്നത്തിന് ഒരുപാട് മൾട്ടിപ്പിൾ പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ് അവർക്ക് കണ്ടെത്താൻ വേണ്ടി അവർക്ക് കഴിവുണ്ടാകും. അതുപോലെ സയൻറ്റിഫിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ സാധിക്കും. ഒരു ലോകത്തിലുള്ള പല കാര്യങ്ങളെക്കുറിച്ച് സയൻറ്റിഫിക് തിങ്കിങ് അവർക്ക് പോസിബിൾ ആയിരിക്കും. മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് ഡ്യൂറിങ് ദിസ് ടൈം. ഇതിൽ ക്യാരക്ടറിസ്റ്റിക്സും ഡെവലപ്മെൻറ്റൽ ചേഞ്ചസും എന്താണ്? ബിഗിൻ ടു തിങ്ക് അബ്സ്ട്രാക്ട്ലി ആൻഡ് റീസൺ അബൌട്ട് ഹൈപ്പോത്തറ്റിക് പ്രോബ്ലംസ്, ബിഗിൻ ടു തിങ്ക് മോർ അബൌട്ട് മോറൽ, philosophical, ethical, social and potential issues that require theoretical and abstract reasoning, begins to use deductive logic or reasoning from general principle to specific information. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ആണ്. An important implication of Piaget's theory is adaptation of instruction to the learner's developmental level. The content of instruction needs the consistent with the developmental level of the learner. The teacher's role is to facilitate learning by providing variety of experiences. ഇതിൽ വരുന്നത് എന്താണ്? ഒരു തിയറി, പിയാഷെസ് തിയറി ഈസ് അഡാപ്റ്റേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ടു ദ ലേണേഴ്സ് ഡെവലപ്മെൻറ്റൽ ലെവൽ. അതുപോലെ ഇൻ ദ കണ്ടൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ നീഡ് ടു ബി കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലേണർ. പിന്നെ ടീച്ചേഴ്സിൻ്റെ റോൾ എന്താണ്? ടു ഫെസിലിറ്റേറ്റ് ലേണിംഗ് ബൈ പ്രൊവൈഡിങ് വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസസ്. പിന്നെ വരുമ്പോൾ ബ്രൂണേഴ്സ് തിയറി. ഇൻ ദിസ് റിസർച്ച് അടുത്ത തിയറിയാണ് ബ്രൂണേഴ്സ് തിയറി. ഇൻ ഹിസ് റിസർച്ച് ഓൺ ദ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ, ജെറോം ബ്രൂണർ പ്രപ്പോസ്ഡ് 3 modes ഓഫ് റെപ്രസെൻറ്റേഷൻ. 3 modes ഓഫ് റെപ്രസെൻറ്റേഷൻ അദ്ദേഹം പറയുന്നുണ്ട്. ഇനാക്റ്റീവ് റെപ്രസെൻറ്റേഷൻ, ദാറ്റ് ഈസ് ആക്ഷൻ ബേസ്ഡ്. ഐക്കണിക് റെപ്രസെൻറ്റേഷൻ, ഇമേജ് ബേസ്ഡ്. സിംബോളിക് റെപ്രസെൻറ്റേഷൻ, ലാംഗ്വേജ് ബേസ്ഡ്. ബ്രൂണേഴ്സ് കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയാണ്. കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി suggests it is effective when faced with new material to follow a progression from inactive to iconic to symbolic representation. This is all true even for adult learners. Inactive stage എങ്ങനെയാണ്? 0 to 1 year. The first kind of memory, inactive എന്ന് പറയുമ്പോൾ first kind of memory ആണ്. This mode is used within the first year of life, corresponding with Piaget's sensory motor stage. തിങ്കിങ് ഈസ് ബേസ്ഡ് എൻറ്റയർലി ഓൺ ഫിസിക്കൽ ആക്ഷൻസ്. കുട്ടികളുടെ തിങ്കിങ് ബേസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? അവരുടെ ഫിസിക്കൽ ആക്ഷൻസ് ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ ആൻഡ് ഇൻഫാൻസ് ലേൺ ബൈ ഡൂയിങ് റദർ ദാൻ ബൈ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ ഓർ തിങ്കിങ്. കുട്ടികൾ ലേൺ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രവർത്തിച്ചുകൊണ്ടാണ്, അല്ലാതെ തിങ്ക് ചെയ്തുകൊണ്ടല്ല കുട്ടികൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ചെറിയ കുട്ടികൾ, ഇപ്പോൾ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾ അവർ എങ്ങനെയാണ് ഓരോന്ന് അവരുടെ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ മനസ്സിലാക്കുന്നത്. അല്ലാതെ അവർക്ക് ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ട്. പക്ഷേ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ അവർ ലേൺ ചെയ്യുന്നത് ബൈ ഡൂയിങ് ആണ്. ലേൺ ബൈ ഡൂയിങ്. Then next, it involves in encoding physical actions based information and storing it in our memory. Next വരുന്നത് iconic stage, 1 to 6 years. Information is stored as sensory images or icons, usually visual ones like pictures in the mind. കുട്ടികൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് സെൻസറി ഇമേജസ് ആയിട്ടാണ്. യൂഷ്വലി വിഷ്വൽ വൺസ് ലൈക്ക് പിക്ചേഴ്സ് ഇൻ ദ മൈൻഡ്. ഫോർ സം ദിസ് ഈസ് കോൺഷ്യസ്, others they say they don't experience it. This may explain why when we are learning a new subject it is often helpful to have diagrams or illustrations to accompany the verbal information. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം അത് ഒരു ഡയഗ്രാം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പിക്ചർ വെച്ചിട്ടോ ഇല്ലുസ്ട്രേഷൻ വെച്ചിട്ടൊക്കെ പഠിക്കുമ്പം നമുക്കത് കൂടുതലായിട്ടും എന്ത് ചെയ്യും, യൂസ്ഫുൾ ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. തിങ്കിങ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ദ യൂസ് ഓഫ് other mental images or icons such as hearing, smell or touch.
നെക്സ്റ്റ് വരുന്നത് സിംബോളിക് സ്റ്റേജ് 7 ഇയേഴ്സ് ഓൺവാർഡ്സ് 7 വയസ്സ് മുതൽ. ദിസ് ഡെവലപ്സ് ലാസ്റ്റ്. ദിസ് ഈസ് വേർ ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് കോഡ് ഓർ സിംബിൾസ് സച്ച് ആസ് ലാംഗ്വേജ്. This mode occurred around 6-7 years old, corresponding to Piaget's concrete operational stage. In the symbolic stage, knowledge is stored primarily as words, mathematical symbols, or in other symbols such as music. ഈ സിംബോളിക് സ്റ്റേജിൽ നോളജ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് വേർഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സിമ്പിൾസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് സിമ്പിളുകളായിട്ടോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ മ്യൂസിക് ഒക്കെ ആയിട്ടായിരിക്കാം. Symbols are flexible in that they can be manipulated, ordered, classified, etc. So the user is constrained by actions or images which have a fixed relation to that which they represent. Then next വരുന്നത് educational implications ആണ് ഇതിൻ്റെ. The aim of education should be to create autonomous learners, that is learning to learn. ദെൻ നെക്സ്റ്റ് വരുന്നത് ഗാഗ്നേസ് 9 ഇവൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അത് എത്രയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. 9 ഇവൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. റോബർട്ട് ഗാഗ്നെ വാസ് ആൻ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ഹു ക്രിയേറ്റഡ് 9 സ്റ്റെപ്സ് പ്രോസസ് കോൾഡ് ഇവൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അദ്ദേഹം 9 സ്റ്റെപ്പുള്ള ആ ഒരു പ്രോസസ്സ് അതിനെ വിളിച്ചിരുന്നതാണ് ഇവൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഗാഗ്നേസ് 9 ഇവൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ മോഡൽ ഹെൽപ്സ് ട്രെയിനേഴ്സ്, എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സ് സ്ട്രക്ചർ ദെയർ ട്രെയിനിങ് സെഷൻസ്. The model is a systematic process that helps them to develop strategies and create activities for instructional classes. The 9 events provide a framework for the effective learning process. Each step addresses a form of communication that supports the learning process. When each step is completed, learners are much more likely to be engaged and to retain the information or skills that they are being taught. The steps essentially give designers an outline or prototype to use prior to performing teaching or training activities. അദ്ദേഹം 9 സ്റ്റെപ്സ് ഉണ്ട്. ആ ഒരു സ്റ്റെപ്പിൽ 9 ഇവൻറ്റ്സിൽ എല്ലാം എന്തു തരുന്നുണ്ട്, ഒരു ഫ്രെയിം വർക്ക് തരുന്നുണ്ട് ഫോർ എഫക്റ്റീവ് ലേണിംഗ് പ്രോസസ്സ്. ഈച്ച് സ്റ്റെപ്പ്, എല്ലാ സ്റ്റെപ്പിലും ഒരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഓരോ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്യുമ്പം ലേണേഴ്സിന് എന്തായിരിക്കും, അവരെന്തായിരിക്കും, ദേ ആർ മച്ച് മോർ ലൈക്ലി ടു ബി എൻഗേജ്ഡ് ആൻഡ് ടു റീറ്റെയിൻ ഇൻഫർമേഷൻ ഓർ സ്കിൽസ് ദാറ്റ് ദേ ആർ ബീൻ ടോട്ട്. ഇനി ആ സ്റ്റെപ്സ് ഏതൊക്കെയാണ് പറയുന്നത്? ഗാഗ്നേഴ്സ് 9 ഇവൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഫസ്റ്റ് വരുന്നത് ഗെയിനിങ് അറ്റൻഷൻ ഓർ റിസപ്ഷൻ. സെക്കൻഡ് വൺ ഇൻഫോമിംഗ് ലേണേഴ്സ് ഓഫ് ദ ഒബ്ജക്റ്റീവ് എക്സ്പെക്റ്റൻസി. തേർഡ് വൺ സ്റ്റിമുലേറ്റിംഗ് റീകോൾ ഓഫ് prior learning retrieval. Fourth one presenting the stimulus or selective perception. Fifth one providing learners guidance or semantic coding. Sixth one eliciting performance or responding. Seventh one providing feedback or reinforcement. Eighth one assessing performance or retrieval. Ninth one enhancing retention and transfer generalization. Then the conditions of learning. In his book The Conditions of Learning, ഗാഗ്നെ ഐഡൻറ്റിഫൈഡ്, ആരുടെയാണ് കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ബുക്ക്? ഗാഗ്നെ ഐഡൻറ്റിഫൈഡ് ദ മെൻ്റൽ കണ്ടീഷൻസ് ഫോർ ലേണിംഗ്. അദ്ദേഹം ലേണിങ്ങിൻ്റെ മെൻ്റൽ കണ്ടീഷൻസ് അതിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. These were based on the information processing model that focuses on the cognitive events that occur when learners are presented with a stimulus. The conditions of learning. ഗാഗ്നെ ഡിവൈഡ്സ് ദ കണ്ടീഷൻസ് ഇൻറ്റു 2 ഗ്രൂപ്പ്സ്. അദ്ദേഹം ഈ കണ്ടീഷൻസിനെ 2 ഗ്രൂപ്പ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇൻറ്റേർണൽ കണ്ടീഷൻസ് ആർ ദ ഓൾറെഡി എക്സ്റ്റാബ്ലിഷ്ഡ് ലേണിംഗ് ക്യാപ്പബിലിറ്റീസ് ഓഫ് ദ ലേണർ. അവരിൽ ഓൾറെഡി എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ക്യാപ്പബിലിറ്റീസ് ആണ് ഇൻറ്റേർണൽ കണ്ടീഷൻസിൽ വരുന്നത്. ബേസിക്കലി വാട്ട് ദ ലേണർ നോസ് പ്രിയർ ടു ദ ഇൻസ്ട്രക്ഷൻ. ആ ഇൻസ്ട്രക്ഷൻ്റെ മുന്നേ കുട്ടികൾക്ക് എന്തൊക്കെ അറിയാം. എക്സ്റ്റേണൽ കണ്ടീഷൻസ് ഡീൽ വിത്ത് ദ സ്റ്റിമുലൈ ദാറ്റ് ഈസ് പ്രസൻറ്റഡ് എക്സ്റ്റേണലി ടു ദ ലേണർ. എക്സ്റ്റേണൽ കണ്ടീഷൻസ് എന്ന് പറയുമ്പം അത് പിന്നീട് എക്സ്റ്റേണലി ആയിട്ട് കുട്ടികളിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡഡ് ടു ദ ലേണർ. കുട്ടികൾക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒരു എക്സാമ്പിളാണ് എക്സ്റ്റേണൽ ലേണിങ്ങിന്. ദീസ് കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് ആർ എസെൻഷ്യൽ ടു ഗാഗ്നേസ് ഇവൻറ്റ്സ് ഓഫ് instruction. Gagne's model allows instructional designers to consider the possible internal and external conditions that have an effect on the learning process. The 9 events of instruction can be divided into 3 segments. മുകളിൽ പറഞ്ഞ 9 ഇവൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ 3 സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് പ്രിപ്പറേഷൻ.
പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്നതാണ് ഗെയിനിങ് അറ്റൻഷൻ, ഇൻഫോമിങ് ലേണേഴ്സ് ഓഫ് ദ ഒബ്ജക്റ്റീവ്, സ്റ്റിമുലൈസിങ് റീകോൾ ഓഫ് പ്രിയർ ലേണിംഗ്. ദെൻ നെക്സ്റ്റ് വരുന്ന സെഗ്മെൻറ്റാണ് ഇൻസ്ട്രക്ഷൻ ആൻഡ് പ്രാക്ടീസ്. അതിൽ വരുന്നത് പ്രസൻറ്റിംഗ് ദ സ്റ്റിമുലസ്, പ്രൊവൈഡിങ് ലേണിംഗ് ഗൈഡൻസ്, എലൈസിറ്റിംഗ് പെർഫോമൻസ്, പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്. ദെൻ തേർഡ് വരുന്ന സെഗ്മെൻറ്റാണ് അസസ്മെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ, അസസിങ് പെർഫോമൻസ്, എൻഹാൻസിങ് റിട്ടൻഷൻ ആൻഡ് ട്രാൻസ്ഫർ. ഫസ്റ്റ് വരുന്ന ഗെയിനിങ് അറ്റൻഷൻ ഓർ റിസപ്ഷനെ കുറിച്ച് നമുക്ക് നോക്കാം. Begin the learning sessions by gaining the attention of the learner. Ensure the learners are motivated to learn and participate in activities by presenting stimulus to gain their attention. നമ്മളിത് തുടക്കത്തിൽ എന്ത് ചെയ്യണം? ആ ഒരു സെഷൻ ബൈ ഗെയിനിങ് അറ്റൻഷൻ ഓഫ് ദ ലേണേഴ്സ്. അപ്പോൾ നമ്മൾ എന്താ ഉറപ്പിക്കണം? കുട്ടികൾ മോട്ടിവേറ്റഡ് ആണ്, നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി അവർ മോട്ടിവേറ്റഡ് ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. എങ്ങനെയാണ് ഉറപ്പ് വരുത്തുക? പ്രസൻറ്റിങ് a stimulus to gain their attention. This can be accomplished by presenting the learners with an introductory activity that engages the learners. നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്, ക്ലാസ്സിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ഒരു ഇൻട്രൊഡക്ടറി ഒരു ആക്ടിവിറ്റി കൊടുക്കും. അതിൽ ടെക്നിക്സ് വരുന്നത്, ടെക്നിക്സ് ഫോർ ഗെയിനിങ് ലേണേഴ്സ് അറ്റൻഷൻ ഇൻക്ലൂഡ് സ്റ്റിമുലേറ്റ്സ് ലേണേഴ്സ് വിത്ത് നോവൽറ്റി ഓർ സർപ്രൈസ്, pose thought-provoking questions, have learners pose questions to be answered by other learners, present an intriguing problem, present a new and interesting situation that provokes curiosity, present meaningful and relevant challenge. Next വരുന്നത് informing learners of the objective or expectancy. After gaining their attention, inform learners of the learning objectives to help them understand what they will learning during the session. നമ്മൾ അവരുടെ ഇൻട്രൊഡക്ടറി വേർഡ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അറ്റൻഷൻ നമ്മൾ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുട്ടികളെ ഇൻഫോം ചെയ്യണം, ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ ഇൻഫോം ചെയ്യണം. എന്നിട്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് അണ്ടർസ്റ്റാൻഡ്, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം. എന്താണ് അവർ പഠിക്കാൻ പോകുന്നത്, ആ ഒരു സെഷൻ സമയത്ത് അവരെന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് അവരെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അത്. സ്റ്റേറ്റ് വാട്ട് ദ ലേണേഴ്സ് വിൽ ബി ഏബിൾ ടു അക്കംപ്ലിഷ് ഡ്യൂറിങ് ദ സെഷൻ ആൻഡ് ഹൗ ദേ വിൽ ഏബിൾ ടു യൂസ് ദ നോളജ് ഇൻ ദ ഫ്യൂച്ചർ. അവർ എന്താണ് അവർ പഠിക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ഇപ്പോൾ പഠിക്കുന്ന ഈ നോളജ് എങ്ങനെയാണ് ഭാവിയിൽ അവർക്ക് ഉപകാരപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ അപ്പം അവരെ മനസ്സിലാക്കി കൊടുക്കണം, സ്റ്റേറ്റ് ചെയ്യണം. This allows the learners to organize their thoughts on what they will learn to help place them in a proper mindset. Then techniques for stating the objectives include describe what they will be able to do at the completion of the sessions, describe required performance, describe criteria for standard performance, explain how their learning will benefit them. Next വരുന്നത് stimulating recall of prior learning or retrieval. Help the learners make sense of new information by relating it to something they already know or something they have already experienced. To accomplish this, present the learner with an experience or cue that stimulates their prior knowledge, make connections between what they are learning and their previous learning. When people learn something new, it is best to correlate the new information with related information or topics they have learned in the past. ഈ ഒരു സമയത്ത് നമ്മൾ പറയുന്നതിൻ്റെ മുകളിൽ തന്നെയുണ്ട് പ്രിയർ ലേണിംഗ്. നമുക്ക് ആദ്യം എന്തറിയാം എന്ന കാര്യം അത് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ നോളജുകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിന് നമ്മളിപ്പോൾ പഠിപ്പിക്കാൻ പോണതും അതുപോലെ അവർ ആദ്യം അറിയുന്നതും തമ്മിൽ എന്തുണ്ടാക്കണം? ഒരു കണക്ഷൻ ഉണ്ടാക്കണം. Methods for stimulating recall include ask if they have any previous experience with the topic, ask questions about previous experiences, ask about their understanding of previous concepts, give them an example of an experience similar to what they are learning. Next വരുന്നത് presenting the stimulus, selective perception. Present the learner with new information using learning strategies to provide effective and efficient instruction. Organize and chunk content in meaningful way. Provide explanations after demonstrations. ഈ ഒരു സമയത്ത് എന്താണ് ചെയ്യുന്നത്? പ്രസൻറ്റ് ദ ലേണർ വിത്ത് ന്യൂ ഇൻഫർമേഷൻ യൂസിങ് ലേണിംഗ് സ്ട്രാറ്റജീസ് ടു പ്രൊവൈഡ് എഫക്റ്റീവ് എഫിഷ്യൻറ്റ് ഇൻസ്ട്രക്ഷൻ. കുട്ടികൾക്ക് പുതിയ നോളജുകൾ കൊടുക്കുക, ഇങ്ങനെ ലേണിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ട്.
പ്രൊവൈഡ് എക്സ്പ്ലനേഷൻസ് ആഫ്റ്റർ ഡെമോൺസ്ട്രേഷൻ. ഡെമോൺസ്ട്രേഷൻ്റെ ശേഷം നമ്മൾ എക്സ്പ്ലനേഷൻസ് കൊടുക്കുക. വേസ് ടു പ്രസൻറ്റ് സെക്ഷൻസ് കണ്ടൻറ്റ് ഇൻക്ലൂഡ്. അതിൻ്റെ വേസ് ആണ് താഴെ പറയുന്നത്. ഓർഗനൈസ് യുവർ ഇൻഫർമേഷൻ ഇൻ എ ലോജിക്കൽ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് മാനർ. ചങ്ക് ഇൻഫർമേഷൻ. പ്രൊവൈഡ് examples. Utilize multiple delivery methods. Example, video demonstration, lecture, broadcast, group work. Use a variety of text, graphics, figures, pictures, sound, simulations, etc. to simulate the senses. Use a variety of approaches such as visual cues, verbal instructions, and active learning to suit people with different learning styles or preferences. Then providing learning guidance ആണ് നെക്സ്റ്റ് വരുന്നത്. Semantic encoding. Offer the learner guidance by providing coaching on how to learn the skill. എങ്ങനെയാണ് നമ്മൾ അവർക്ക് ഗൈഡൻസ് കൊടുക്കണം? വി ഗിവ് ദം ഗൈഡൻസ് ബൈ പ്രൊവൈഡിങ് കോച്ചിങ് ഓൺ ഹൗ ടു ലേൺ ദ സ്കിൽ. Give examples and advice of strategies to aid them the learning content and of resources available to them. Also provide guidance to using cues, hints and or prompts to help them understand and remember what they are learning. Ways to provide learning guidance include concept mapping for associations, mnemonics to cue and prompt learning, role playing for visualization or application, case studies for real world application, analogies to help knowledge construction, graphics to make visual association. Next one, eliciting performance or responding. Let the learner do something with newly acquired behavior, skills or knowledge. Let the learner do something. നമ്മൾ എന്ത് ചെയ്യണം? അവരെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കണം. എങ്ങനെ? വിത്ത് ന്യൂലി അക്വേർഡ് ബിഹേവിയർ, സ്കിൽസ് ഓർ നോളജ്. പ്രൊവൈഡ് ദം വിത്ത് പ്രാക്ടീസ് ആക്ടിവിറ്റീസ് ടു ആക്ടിവേറ്റ് ലേണിംഗ് പ്രോസസ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ പ്രൊവൈഡ് ദം പ്രാക്ടീസ് ആക്ടിവിറ്റി. നമുക്ക് ഒരുപാട് പ്രാക്ടീസ് ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആ ലേണിംഗ് പ്രോസസ്സ് ആക്ടിവേറ്റ് ചെയ്യാം. Then this activity allows the learners to internalize the new information, skills and knowledge and ensure correct understanding and application of the knowledge or concepts. Ways to activate learning processing include, അതിൻ്റെ ways ആണ് താഴെ പറയുന്നത്. Have the learner do something with the newly acquired behavior. Have the learn demonstrate practice skills. Have the learner apply knowledge to a scenario or case study. Ask questions so that they can show their knowledge. Ask the learner to demonstrate how to use it. Have them complete a role playing exercise. Next വരുന്നത് providing feedback or reinforcement. After the learner attempts to demonstrate their knowledge, provide immediate feedback of learner's performance to assess and facilitate learning. We must provide them ഫീഡ്ബാക്സ്. നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം? ഫീഡ്ബാക്സ് കൊടുക്കണം. എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം അവർ ലേൺ ചെയ്തിട്ടുണ്ട്. ദിസ് ഓൾസോ ഗുഡ് ടൈം ടു റീഇൻഫോഴ്സ് എനി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. This stage helps reinforcement of a correct answer, gives guidance to the degree of correctness of the task and or provides corrective feedback if the response or behavior is incorrect. Tips on providing feedback: be positive, be objective, use first-hand observation, deliver focused and concise feedback, focus on areas the student can control. Next വരുന്നത് assessing performance or retrieval. In order to evaluate the effectiveness of instructional events, administer a test the learner to determine if the expected learning outcomes have been achieved. നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ കണ്ടക്ട് ടെസ്റ്റ്. നമുക്കൊരു ടെസ്റ്റ്, ഒരു അസസ്മെൻറ്റ് എത്രമാത്രം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഇൻസ്ട്രക്ഷണൽ ഇവാലുവേഷൻ. നമ്മളൊരു ടെസ്റ്റ് എന്ത് ചെയ്യണം? അഡ്മിനിസ്റ്റർ ചെയ്യണം. Performance should be based on the previously stated objectives. Method for assessing performance learning include written tests, short questionnaires, short essays, oral questioning. Other measurement tool to show that they have learned material or skill effectively. Enhancing retention and transfer or generalization. അതാണ് 9th last stage. Give the learner resources that enhance retention and transfer of knowledge so that they are able to internalize the new knowledge and enhance his or her expertise.
Repeated practice with effective feedback is the best way to ensure that people retain information and use effectively. Methods for helping learners internalize new knowledge include having them summarize content, having them concentrate examples, having them create mind maps or concept maps, having them create outlines, having them create job aids, having them create other types of reference material. ഇത്രയാണ് അതിൽ വരുന്നത്.